ഇടുക്കി മാട്ടുപ്പെട്ടിയിൽ കാട്ടുകൊമ്പൻ പടയപ്പ ഇറങ്ങി ആളുകൾ ബഹളം വെച്ചതോടെ പടയപ്പ പിൻവാങ്ങി. നിരവധി വഴിയോരക്കടകളാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. മുൻപ് പടയപ്പ ഈ മേഖലകളിൽ എത്തി വഴിയോരക്കടകൾ തകർത്തിരുന്നു. വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? കാർത്തു, അല്പം മുമ്പാണ് പടയപ്പ മാട്ടുപ്പെട്ടിയിലെ ഒരു വഴിയോരക്കട, വിജിയുടെ വഴിയോരക്കടയുടെ മുൻവശത്തെത്തിയത്. ഇവിടെ നിന്ന് ഇവിടെ എത്തിയ വാഹനത്തിലുള്ള ആള് ഹോണടിച്ചും ബഹളം വെച്ചതോടെയാണ് പടയപ്പ ഇവിടെ നിന്ന് പിൻവാങ്ങിയതെന്ന് വേണം പറയാൻ. പടയപ്പ പൂർണ്ണമായും കാട്ടിലേക്ക് പിൻവാങ്ങിയിട്ടില്ല. ഏതായാലും ഇവിടെ നിരവധി വഴിയോര കടകളുള്ളതാണ്, നിരവധി സഞ്ചാരികൾ എത്തുന്ന ഒരു മേഖല കൂടിയാണ്. നിരവധി വഴിയോര കടകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഏതായാലും ഈ വഴിയോര കടകൾ ലക്ഷ്യമാക്കി തന്നെയാണ് പടയപ്പയുടെ ഒരു വരവ് എന്ന് വേണം പറയാൻ. മുൻപ് ഇത്തരത്തിൽ ഈ പടയപ്പ ഈ മേഖലയിൽ ഇറങ്ങി നിരവധി വഴിയോര കടകൾ തകർത്ത് ഉള്ളിലുള്ള പൈനാപ്പിളും അതോടൊപ്പം തന്നെ ചോളമടക്കമുള്ള ആഹാര പദാർത്ഥങ്ങൾ അകത്താക്കുകയും ചെയ്തിരുന്നു. ആ ഒരു ലക്ഷ്യമാക്കി തന്നെയാണ് പടയപ്പ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഏതായാലും ഈ ആളുകൾ ഹോണടിച്ച് ബഹളം വെച്ചതോടെ തന്നെയാണ് പടയപ്പ അവിടെ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട്. ഏതായാലും പൂർണ്ണമായി പിൻവാങ്ങി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഏതായാലും പടയപ്പ രാത്രി ഈ മേഖലയിൽ ഇറങ്ങാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. നിരവധി കടകളുള്ള ഭാഗമാണ്, വഴിയോര കടകൾ നിരവധി ഉള്ള മേഖല കൂടിയാണ്. ഏതായാലും ഈ കടകളിലെ നിരവധി സഞ്ചാരികൾക്കായി ചോളം, പൈനാപ്പിൾ അടക്കമുള്ള വിൽപ്പനയ്ക്കായി നിരവധി ചോളവും പൈനാപ്പിളും എല്ലാം തന്നെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു വഴിയോര കടകളാണ്. ഏതായാലും പടയപ്പ ഇപ്പോൾ പൂർണ്ണമായി തന്നെ കാട്ടിലേക്ക് പിൻവാങ്ങി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. മേഖലയിൽ ഇറങ്ങാനുള്ള ഒരു സാധ്യത രാത്രി ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാർത്തു. ശരി, ഇടുക്കി മൂന്നാർ മാട്ടുപ്പെട്ടിയിലാണ് പടയപ്പ ഇറങ്ങിയിരിക്കുന്നത്. നിരവധി വഴിയോര കച്ചവടങ്ങൾ ഉള്ള സ്ഥലത്താണ് ഇപ്പോൾ പടയപ്പ എത്തിയത്. ഇപ്പോൾ പടയപ്പ കാട്ടിലേക്ക് പിൻവാങ്ങിയിട്ടുണ്ടെങ്കിലും ഇതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.